mx of t into my of minus t എന്ന് എഴുതാം അല്ലെ. ഇപ്പൊ നമ്മൾ ചെയ്തതിൽ ചെറിയ വ്യത്യാസങ്ങളെ വരുത്തുന്നുള്ളൂ, അതാണ് ഞാൻ ഇതിൽ തന്നെ ചെയ്യുന്നത്. mx minus y of t നമുക്ക് mx of t into my of minus t ബ്രാക്കറ്റിൽ since x and y are independent. mx of t നമുക്കറിയാം e raised to t square sigma square by 2 തന്നെയാണ്. my of minus t എന്ത് തന്നെ വരുള്ളൂ, e raised to t square sigma square by 2 തന്നെ വരുള്ളൂ. കാരണം മൈനസ് ടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സ്ക്വയർ വരുന്നുണ്ട്, അത് ടി സ്ക്വയർ തന്നെയാവും. മൈനസ് ടി എന്ന് എഴുതുമ്പോൾ മൈനസ് ടി സ്ക്വയർ സ്ക്വയർ ബൈ 2 ആണ്. അതിൽ മൈനസ് ടീനെ സ്ക്വയർ ചെയ്യുമ്പോൾ അത് പ്ലസ് ടി സ്ക്വയർ തന്നെ ആവും. സോ ഇ റേസ് ടു ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ ബൈ 2 തന്നെ നമുക്ക് കിട്ടും. അപ്പൊ അതിനെ നമുക്ക് ഇ റേസ് ടു 2 ഇൻറ്റു ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ ബൈ 2 എന്ന് എഴുതാം. Therefore mx minus y of t നമുക്ക് എങ്ങനെ എഴുതാം, mx minus y of t equal to e raised to 0 t plus t square by 2 into 2 sigma square. ഇപ്പൊ കേട്ടോ, ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ കുഴപ്പമില്ല, ഇടയ്ക്ക് പ്രശ്നമുണ്ട്. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ കേൾക്കുന്നുണ്ട് മിസ്സേ. ഇപ്പൊ ക്ലിയർ ആവുന്നു. അപ്പൊ നമ്മൾ mx minus y of t കൺസിഡർ ചെയ്തു. അതിന് നമുക്ക് mx of t into my of minus t എന്ന് എഴുതാം. പക്ഷെ my of minus t ചെയ്താലും നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയാണ്, e raised to t square sigma square by 2 തന്നെയാണ്. അതിനുള്ള കാരണം മൈനസ് ടി സ്ക്വയർ ആണ് വരുന്നത്. സോ അത് ടി സ്ക്വയറിന് തന്നെയാണ്. അപ്പൊ അതിന് നമുക്ക് e raised to 2 into t square sigma square by 2 എന്ന് എഴുതാം. അതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ mx minus y of t equal to e raised to 0 t plus t square by 2 into 2 sigma square. So which is the MGF of a normal distribution with parameters 0 and sigma square. അല്ലേ? Therefore x minus y follows normal distribution with the mean 0 and variance 2 sigma square. So x plus y distribution അത് തന്നെ കിട്ടിയത്, x minus y distribution normal with 0 and 2 sigma square എന്ന് തന്നെയാണ് കിട്ടിയത്. അപ്പോ therefore x plus y and x minus y have identical distributions. ക്ലിയർ ആയോ? mx minus y of t ചെയ്യാൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ടി വരുന്നവിടെ ഒരു മൈനസ് ടി വരുന്നുള്ളൂ, സ്ക്വയർ വരുന്നതുകൊണ്ട് അതിലും വ്യത്യാസമൊന്നും വരില്ല. ആൻസർ ഒക്കെ പണ്ടത്തെ പോലെ തന്നെ നമ്മൾ mx plus y ചെയ്ത പോലെ തന്നെ കിട്ടും. നമുക്ക് പറയണോ ഒന്നും കൂടി? ക്ലിയർ ആയി മിസ്സേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ mx plus y of t എന്ന് പറഞ്ഞിട്ട് കൺസിഡർ ചെയ്ത് എഴുതിയില്ലേ, അതുപോലെ തന്നെ mx minus y of t എഴുതും. ബോർഡിലുണ്ട്, തൊട്ട് മുന്നേ എഴുതിയ പോലെ തന്നെ ആ സ്റ്റെപ്പുകൾ തന്നെ എഴുതുക. എക്സ് പ്ലസ് വൈ വരുന്നവിടെയെല്ലാം എക്സ് മൈനസ് വൈ എഴുതുക. പിന്നെ ആകെ വ്യത്യാസം വരുന്നത് എം എക്സ് മൈനസ് വൈ ഓഫ് ടി ഈക്വൽ ടു എം എക്സ് ഓഫ് ടി ഇൻറ്റു എം വൈ ഓഫ് മൈനസ് ടി എന്ന് എഴുതണം. മനസ്സിലായ? ആ ഒരു വരി ഞാൻ പറഞ്ഞുതരാം. എഴുതു. സിമിലർലി കൺസിഡർ mx minus y of t equal to mx minus y of t equal to mx of t into my of minus t, mx of t into my of minus t. ബ്രാക്കറ്റിൽ എഴുതുക സിൻസ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ്. ഇനി ബാക്കി ബോർഡിലുണ്ട് എക്സ് പ്ലസ് വൈയിൽ എഴുതിയ പോലെ തന്നെ അതേ സ്റ്റെപ്പുകൾ തന്നെ എഴുതി ഇതുവരെ എഴുതുക. ഈ സ്റ്റെപ്പ് വരെ എഴുതുക. എക്സ് മൈനസ് വൈ ഫോളോസ്, ഈ ലാസ്റ്റത്തെ സ്റ്റെപ്പ് വരെ ബോർഡിലുണ്ട്, അത് നോക്കി കൃത്യമായിട്ട് എഴുതുക. എന്നിട്ട് പറയുക കഴിഞ്ഞ് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ താഴെ എഴുതുക. എക്സ് പ്ലസ് വൈ ഫോളോസ് എൻ സീറോ ടു സിഗ്മ സ്ക്വയർ എന്ന് എഴുതിയില്ലേ നമ്മള്, അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. എക്സ് മൈനസ് വൈ ഫോളോസ് എൻ സീറോ ടു സിഗ്മ സ്ക്വയർ എന്ന് എഴുതിയതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. എന്നോട് ഞാൻ പറയാം, എക്സ് പ്ലസ് വൈ ഫോളോസ് എൻ സീറോ ടു സിഗ്മ സ്ക്വയർ എന്ന് എഴുതിയതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. അങ്ങനെ എഴുതിയില്ലേ, എക്സ് പ്ലസ് വൈ ഫോളോസ് എൻ സീറോ ടു സിഗ്മ സ്ക്വയർ, അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ലാസ്റ്റ് എക്സ് മൈനസ് വൈയുടെയും കിട്ടിയില്ലേ, എൻ സീറോ ടു സിഗ്മ സ്ക്വയർ എന്ന് തന്നെ, അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. From equation 1 and 2,
it is clear that x plus y and x minus y from 1 and 2, it is clear that x plus n0 to sigma square x plus y and x minus y has n0 to sigma square or identical distributions or identical distributions or identical distributions. മിസ് ഒന്നുകൂടി പറയോ? എക്സ് പ്ലസ് വൈ ആൻഡ് എക്സ് മൈനസ് വൈ has n0 to sigma square or identical distributions. രണ്ടും സെയിം ഡിസ്ട്രിബ്യൂഷൻ അല്ലേ വന്നത്, അതുകൊണ്ടാണ് ഐഡന്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞത്. എഴുതിയോ? എഴുതി. അടുത്തത് mean deviation of normal distribution. Mean deviation of normal distribution. ഇവിടെ ശ്രദ്ധിക്കാം, നമ്മളെടുത്തു x follows n mu sigma square അല്ലേ? അങ്ങനെയാണെങ്കിൽ we know that f of x will be 1 by sigma root 2 pi e raised to minus 1 by sigma square x minus mu the whole square minus infinity less than x less than minus infinity mu less than sigma greater than 0 അല്ലേ? ഇനി നമുക്കറിയാം ബൈ ഡെഫിനിഷൻ നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചിട്ടുണ്ടാവും മീൻ ഡീവിയേഷൻ അബൌട്ട് മീനും മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയനൊക്കെ. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. അതിന്റെ ഡെഫിനിഷൻ എന്താ വരിക? is defined as expected value of absolute value of x minus mu. Mean deviation about mean is defined as expected value of absolute value of x minus mu. അതിനെ എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി absolute value of x minus mu into f of x dx equal to integral minus infinity to infinity by sigma root 2 pi e raised to minus 1 by 2 sigma square into x minus mu the whole square dx. പിന്നെ നമ്മൾ എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഈക്വൽ ടു z. അങ്ങനെയാണെങ്കിൽ x മൈനസ് മ്യൂവിനെ നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ z x ഈക്വൽ ടു മ്യൂ പ്ലസ് സിഗ്മ z dx equal to sigma dz. ഇതൊക്കെ നമ്മൾ എല്ലാ കുറെ ഇന്റഗ്രേഷനിൽ ചെയ്യണു. when x tends to minus infinity z will tends to minus infinity. മൈനസ് ഇൻഫിനിറ്റി ആണ് കേട്ടോ. z will tends to minus infinity. ഇനി when x tends to plus infinity z will tends to plus infinity. നമ്മുടെ ലിമിറ്റ് എങ്ങനെ മാറും? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് മ്യൂ. എക്സ് മൈനസ് മ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്മ ഇസഡ് അല്ലേ? സോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് സിഗ്മ ഇസഡ് ഇൻറ്റു 1 by sigma root 2 pi e raised to minus 1 by 2 z square എന്നാവും അല്ലേ? എക്സ് മൈനസ് മ്യൂ ഹോൾ സ്ക്വയർ ബൈ സിഗ്മ സ്ക്വയർ നമുക്ക് z സ്ക്വയർ എഴുതാം. dx is sigma dz. ഈ സിഗ്മ ക്യാൻസൽ ചെയ്തു. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണ് കാണുന്നത്. സോ ബൈ ഡെഫിനിഷൻ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഈസ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x minus mu. അതിനെ നമ്മൾ ബൈ ഡെഫിനിഷൻ we can write it as integral or x absolute value of x minus mu into f of x dx. f of x ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. then x minus mu by sigma z. ക്ലിയർ ആണ് അതുവരെ? ഇനി പറയണോ? ക്ലിയർ ആണ് മിസ്. കേൾക്കുന്നുണ്ടോ പറയുന്നത്? മിസ് ക്ലിയർ ആണ്. എഴുതു. അപ്പൊ താഴെ എഴുതു. ഞാൻ പറയുന്നത് എഴുതു. mean deviation of normal distribution എന്ന് ഹെഡിങ് കൊടുക്കുക.
mean deviation of normal distribution. Let x follows n mu sigma square. Let x follows n mu sigma square. Then f of x equal to ബോർഡിൽ ഉണ്ട് നോക്കിയത്. എഫ് ഓഫ് എക്സ് ബോർഡിൽ ഉണ്ട്, അത് നോക്കിയത്. താഴെ ബൈ ഡെഫിനിഷൻ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഇങ്ങനെയാണ് എഴുതാട്ടാ. മീൻ ഡീവിയേഷൻ എം ഡി എന്നാണ് ഡിനോട്ട് ചെയ്യുക മീൻ ഡീവിയേഷന്. അപ്പൊ എം ഡി എഴുതിയിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിന്റെ താഴെ മീൻ, അങ്ങനെയാണ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീനിനെ ഡിനോട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, മീൻ ഡീവിയേഷൻ അബൌട്ട് മീനിനെ എക്സ് ബാർ എന്ന് എഴുതാം. കാരണം നമ്മൾ അരിത്തമെറ്റിക് മീനിനെ എക്സ് ബാർ ആയിട്ടാണല്ലോ ഡിനോട്ട് ചെയ്യാം. അപ്പൊ എക്സ് ബാർ എന്ന് എഴുതാം, അല്ലെങ്കിൽ എം ഡി ബ്രാക്കറ്റിനുള്ളിൽ എം ഡി എഴുതിയിട്ട് അതിന്റെ താഴെ സഫിക്സിൽ മീൻ എന്ന് എഴുതിയിട്ട് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, mean deviation about mean equal to expected value of absolute value of x minus mu. ഇനി ബാക്കി സ്റ്റെപ്പുകളൊക്കെ ബോർഡിലുണ്ട്, അത് നോക്കി അതേപോലെ തന്നെ എഴുതുക. എല്ലാ സ്റ്റെപ്പും എഴുതുക, ലാസ്റ്റ് വരെ ഇതുവരെ സബ്സ്റ്റിറ്റ്യൂഷനും എല്ലാം എഴുതുക. ഇതുപോലെ സൈഡിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ഇതുവരെ ഇന്റഗ്രൽ എഴുതുക. about mean എങ്ങനെയായി മാറി? കോൺസ്റ്റന്റുകളൊക്കെ നമ്മൾ പുറത്തേക്ക് നിർത്തുകയാണ്. അപ്പൊ 1/√2π പുറത്തേക്ക് നിർത്താനുള്ളൂ. പിന്നെ ഈ ബാക്കി ഇന്റഗ്രൽ -∞ to ∞ absolute value of sigma z into e raised to -z²/2 dz അല്ലേ? ഇതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയ ഇന്റഗ്രൽ. ഇനി നമുക്കറിയാം സിഗ്മ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? സിഗ്മ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 അല്ലെ? അപ്പൊ ഈ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് സിഗ്മ ഇസഡില് സിഗ്മേനെ നമുക്ക് എന്ത് ചെയ്യാം? സിഗ്മേനെ നമ്മൾ പുറത്തേക്ക് എടുത്താൽ sigma/√2π എന്നാക്കാം. അതിന് അബ്സല്യൂട്ട് വാല്യൂ ഇടേണ്ട ആവശ്യമില്ല, കാരണം സിഗ്മ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. അതുകൊണ്ട് അബ്സല്യൂട്ട് വാല്യൂ ഇട്ടാലും ഇട്ടില്ലെങ്കിൽ സിഗ്മ പോസിറ്റീവ് ആണ്. അതുകൊണ്ട് സിഗ്മയെ നമ്മൾ പുറത്തേക്ക് നിർത്തി. ബാക്കി നമുക്ക് ഇന്റഗ്രൽ -∞ to ∞ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് z into e raised to -z²/2 dz എന്ന് എഴുതി. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? sigma/√2π. ഇതിന് ഞാൻ 2 times integral 0 to ∞ absolute value of z into e raised to -z²/2 dz എന്ന് എഴുതി. ഇങ്ങനെ എഴുതാനുള്ള കാരണം എന്താ? ഈ ഇന്റഗ്രന്റ് എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. കാരണം സാധാരണ നമുക്ക് വെറും z into e raised to -z²/2 ആണെങ്കിൽ അത് ഓഡ് ഫംഗ്ഷൻ ആയിട്ടാണ് വരിക. കാരണം f of -z ഇട്ട് കൊടുത്താൽ -f of z ആണ് നമുക്ക് കിട്ടുക. പക്ഷെ ഇവിടെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് z വന്നതുകൊണ്ട് z-ന് -z ഇട്ട് കൊടുത്താലും ഈ ഭാഗം എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. പിന്നെ ഇവിടെ z-ന് സ്ക്വയർ വരുന്നതുകൊണ്ട് ഇവിടെയും പോസിറ്റീവ് ആയിരിക്കും. ഈ ഫംഗ്ഷൻ എപ്പോഴും f of -z ഇട്ട് കൊടുത്താൽ f of z എന്ന് തന്നെ നമുക്ക് കിട്ടുള്ളൂ. f of -z ഇട്ട് കൊടുത്താലേ f of z എന്ന് തന്നെ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഇന്റഗ്രന്റ് എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് ആ ഇന്റഗ്രലിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 times integral 0 to ∞ എന്ന് എഴുതാം. മനസ്സിലായോ? അവിടെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് z ഉള്ളത് കൊണ്ടാണ് അതൊരു ഈവൻ ഫംഗ്ഷൻ ആയത്. അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ ഇല്ലായിരുന്നെങ്കിൽ ഇതൊരു ഓഡ് ഫംഗ്ഷൻ ആയേനെ. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് z ഉള്ളതുകൊണ്ട് z-ന്റെ അവിടെ -z ഇട്ടാലും എപ്പോഴും അതെന്തേ ഉള്ളൂ? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് z എപ്പോഴും പോസിറ്റീവ് അല്ലേ? അതുകൊണ്ട് അത് പോസിറ്റീവ് ആവുള്ളൂ, അതായത് z തന്നെ ആവുള്ളൂ. പിന്നെ ഇവിടെ z-ന്റെ പവറിൽ സ്ക്വയർ ആണ്, അപ്പൊ -z ഇട്ടാലും അത് പോസിറ്റീവ് ആണ്. ഈവൻ ഫംഗ്ഷൻ ആണ് ഇത്. അതുകൊണ്ടാണ് നമ്മള് ഈ 2 times integral 0 to ∞ absolute value of z into e raised to -z/2 dz എന്ത് വന്നു? 2 sigma/√2π integral 0 to ∞. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? integral 0 to ∞ z into e raised to -z²/2 dz. എന്തുകൊണ്ടാണ്? ഇവിടെ നമ്മുടെ z-ന്റെ റേഞ്ച് 0 മുതൽ ∞ വരെ, അതായത് z-ന്റെ റേഞ്ച് എപ്പോഴും പോസിറ്റീവ് ആണ്. z ഗ്രേറ്റർ ദാൻ 0 ആവുമ്പോ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് z-ന്റെ ഡെഫിനിഷൻ എന്താ? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് z is z itself അല്ലേ? z എപ്പോഴും പോസിറ്റീവ് ആവുമ്പോ if z is greater than 0 then absolute value of z is z itself. അതുകൊണ്ട് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് z-നെ നമ്മൾ
ഇസഡ് വെച്ച് റീപ്ലേസ് ചെയ്തു. ഇനി നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ തന്നെ പുട്ട് യു ഇസഡ് സ്ക്വയർ ഈക്വൽ ടു യു. അങ്ങനെയാണെങ്കിൽ ഇസഡ് ഈക്വൽ ടു റൂട്ട് യു അല്ലേ? 2z dz ഈക്വൽ ടു du. dz ഈക്വൽ ടു du ബൈ 2z which is equal to du by 2 root u. പിന്നെ when z tends to 0 u tends to 0. when z tends to infinity u tends to infinity. ഈ ഇന്റഗ്രേറ്റ് ലിമിറ്റ് ഒക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് കിട്ടി? 2 സിഗ്മ ബൈ റൂട്ട് 2 പൈ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി z എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റൂട്ട് യു അല്ലേ? e റേസ് ടു മൈനസ് z സ്ക്വയർ എന്ന് പറഞ്ഞാൽ u ബൈ 2 dz എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? du ബൈ 2 റൂട്ട് യു. റൂട്ട് യു ക്യാൻസൽ ചെയ്ത് പോയി, 2 ക്യാൻസൽ ചെയ്ത് പോയി. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ നമുക്ക് ഇന്റഗ്രൽ ഇങ്ങനെ കിട്ടി. ഇന്റഗ്രലിന് സിഗ്മേനെ അബ്സല്യൂട്ട് വാല്യൂ മാറ്റി എഴുതാനുള്ള കാരണം സിഗ്മ ഈസ് ഓൾവേസ് പോസിറ്റീവ്. അപ്പൊ അബ്സല്യൂട്ട് വാല്യൂ ഇട്ടാലും ഇട്ടില്ലെങ്കിൽ സിഗ്മ പോസിറ്റീവ് ആയതുകൊണ്ട് സിഗ്മേനെ നമുക്ക് പുറത്തേക്ക് നിർത്താം. പിന്നെ ഈ ഇന്റഗ്രന്റ് എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഈ ഇന്റഗ്രലിനെ നമുക്ക് 2 ടൈംസ് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഴുതാം. പിന്നെ ഇവിടെ ഈ ഇന്റഗ്രലിൽ ഇസഡിന്റെ റേഞ്ച് 0 ടു ഇൻഫിനിറ്റി ആയതുകൊണ്ട് absolute value of z is z itself. അപ്പൊ z എന്ന് മാറ്റി എഴുതി then substitution കൊടുത്തു. നമുക്ക് ഇതുവരെ കിട്ടി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ശരി, എഴുതൂ. ഈക്വൽ ടു നിങ്ങൾ എഴുതി നിർത്തേണ്ടതാണ് താഴ്ത്തിക്ക്. ഈക്വൽ ടു ഈ ഏറ്റവും ഫസ്റ്റ് ഇന്റഗ്രൽ ആണ് ഞാൻ പറയുന്നത് കേട്ടാ. 1 by root 2 pi integral minus infinity to infinity absolute value of sigma z into e raised to minus z square by 2 dz. അപ്പൊ ബോർഡിൽ എന്താന്ന് നോക്കി എഴുതുക. ഈക്വൽ ടു സിഗ്മ ബൈ റൂട്ട് 2 pi integral minus infinity to infinity absolute value of z into e raised to minus z square by 2 dz. അതിന്റെ ബ്രാക്കറ്റിൽ എഴുതുക since sigma greater than 0 absolute value of sigma is sigma itself. Since sigma greater than 0 absolute value of sigma is sigma. Equal to sigma by root 2 pi 2 into integral 0 to infinity absolute value of z into e raised to minus z square by 2 dz. In the bracket later, since the integrand is an even function of z, since the integrand is an even function of z, equal to 2 sigma by root 2 pi integral 0 to infinity z into e raised to minus z square by 2 dz. In the bracket later, since z greater than 0 implies absolute value of z equal to z. Since z greater than 0 implies absolute value of z equal to z. ഇനി put equal to u. Substitution ഇന്റഗ്രൽ u ന്റെ ഇന്റഗ്രലിലേക്ക് മാറ്റി എഴുതുക. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ഇസഡിന്റെ ഇന്റഗ്രലിനെ യുയിലേക്ക് മാറ്റി എഴുതുക.
നമ്മുടെ ഇന്റഗ്രൽ എന്തായി? സിഗ്മ ബൈ റൂട്ട് 2 പൈ ഇന്റഗ്രൽ 0 to infinity e raised to minus u by 2 du. അല്ലേ? ഇതിലെഴുതാം സിഗ്മ ബൈ റൂട്ട് 2 പൈ e raised to minus u by 2 നെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം? e raised to minus u by 2 by minus 1 by 2 within the limit 0 to infinity. അല്ലേ? So sigma by root 2 by minus 1 by 1 by 2 എന്ന് പറയുമ്പോൾ അത് 2 ആവും. പിന്നെ മൈനസ് ഉള്ളതുകൊണ്ട് -2. ഇനി ഈക്ക് ആദ്യം ഇൻഫിനിറ്റി എന്നുള്ള പവർ കൊടുക്കുമ്പോൾ, അതായത് യൂണിന് ഇൻഫിനിറ്റി എന്നുള്ള ലിമിറ്റ് കൊടുക്കുമ്പോൾ e raised to minus infinity is 0. Then യൂണിന് കൊടുക്കുമ്പോൾ e raised to 0 is 1. അല്ലേ? എന്തായി? 2 സിഗ്മ ബൈ റൂട്ട് 2 പൈ മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്ത് പോയിട്ട് പോസിറ്റീവ് ആയി. സോ 2 സിഗ്മ ബൈ റൂട്ട് 2 പൈ കിട്ടി. ദാറ്റ് ഈസ് 2ഉം റൂട്ട് 2ഉം ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ സിഗ്മ ഇൻറ്റു 5. കേൾക്കണില്ലേ? സൗണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കട്ടാവുണ്ടായിരുന്നു മിസ്സേ, ഒന്നും കൂടി പറയുമോ? ഇപ്പൊ ബോർഡ് കാണുന്നുണ്ടോ നിങ്ങക്ക്? ആ മിസ്സേ കാണുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെയാണോ? ഇപ്പോഴും അങ്ങനെയാണോ? ഇല്ല, ഇപ്പൊ കേൾക്കുന്നുണ്ട്. കേക്കാവോ? ആ മിസ്സേ കേൾക്കുന്നുണ്ട് മിസ്സേ. കേക്കണ്ടോ? ആ കേക്കണ്ട മിസ്. ടു സിഗ്മ ബൈ റൂട്ട് 2 പൈ എന്ന് കിട്ടി. അപ്പൊ ഈ റൂട്ട് 2ഉം ഒരു റൂട്ടും ക്യാൻസൽ ചെയ്ത് പോകുമ്പോ റൂട്ട് 2 സിഗ്മ ശരി സിഗ്മ ഇൻറ്റു റൂട്ട് ഓഫ് 2 ബൈ പൈ എന്ന് കിട്ടി. Therefore mean deviation about mean is equal to sigma into root of 2 by 5. Sigma into root of 2 by 5. ഏതെടുക്കട്ടെ മിസ്സേ? എഴുതിയെടുക്കുവോ? ആ മിസ്സേ, ഞാൻ എഴുതിയെടുക്കാം.